ഞാനിവിടെ പറയാൻ പോകുന്നത് പൈൽസിനെ കുറിച്ചാണ്. ആയുർവേദത്തിൽ ഇതിനെ അർഷസ് എന്നാണ് പറയുന്നത്. ഇത് സാധാരണയായി വരുന്നത് കുറച്ച് പാരമ്പര്യം ഉള്ളവർക്കാണ് ഇത് കൂടുതലായി കാണുന്നത്. പിന്നെ കാണുന്നത് ഈ മലബന്ധം, സ്ഥിരമായ മലബന്ധം ഉള്ളവർക്ക് ഇത് കാണാറുണ്ട്. ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മലദ്വാരത്തിനവിടെ രക്തക്കുഴലുകൾ ഉണ്ട്. അപ്പം നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കുമ്പം, മലം പോകാൻ ഒത്തിരി പ്രഷർ കൊടുക്കുമ്പം, പിന്നെ സ്വഭാവേന ഈ പാരമ്പര്യമായി വരുന്നവർക്ക് പൊതുവെ അവിടെ ഒരു ബലക്കുറവ് കാണും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് തള്ളി വരുന്നത്. ഇപ്പോൾ 2-3 തരത്തിലാവാം. നമ്മൾ ഉള്ളു പരിശോധിച്ചാൽ മാത്രം കാണുന്ന ഇൻറ്റേർണൽ പൈൽസ് ഉണ്ട്. അതത്ര വിഷയമല്ല, നമുക്ക് മരുന്ന് കഴിച്ച് മാറാവുന്നതേ ഉള്ളൂ. പിന്നെ എന്ന് പറയുന്നത് ഈ ഉള്ളിലേക്ക് വന്നിട്ട് അത് തള്ളി വരും, പതുക്കെ പുറത്തേക്ക് തള്ളി വരും. മലബന്ധം കൂടുന്തോറും അത് പതുക്കെ പുറത്തേക്ക് തള്ളി വരും. അത് ആദ്യമൊക്കെ ഇതങ്ങ് തന്നെ കയറിപ്പോകും. പിന്നെ മലം പോയി കഴിഞ്ഞ് ഇത് വരുന്ന രോഗി അത് കയറ്റി വിടേണ്ടി വരും. പിന്നെ ഇത് കയറിപ്പോകാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇത് ഏറ്റവും നേരത്തെ ചികിത്സിക്കുക എന്നതാണ് അതിൽ ഏറ്റവും നല്ലത്. നമ്മുടെ ആയുർവേദത്തിൽ ഇതിന് നമുക്ക് ഈ മുഴുവൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞുള്ള ചികിത്സ കുറച്ച് വേദനയുള്ളതാണ്. പക്ഷേ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് വരെയുള്ള സ്റ്റേജിലുള്ള ചികിത്സകൾ വളരെ എഫക്റ്റീവുമാണ്. നമുക്ക് വേദനയില്ലാതെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു പ്രോക്ടോസ്കോപ്പ്, അതായത് പരിശോധിക്കുന്ന യന്ത്രം കൊണ്ട് ഉള്ളു പരിശോധിക്കുമ്പോൾ മാത്രം കാണുന്ന പൈൽസ് ആണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ട് മാത്രം അത് മാറ്റാൻ പറ്റും. ഇത് തള്ളി വന്നു കഴിഞ്ഞുള്ളതാണെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യണം. അതായത് RBL എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ കെട്ടിടുക, അങ്ങനെ ഒരു ചികിത്സയും കൂടെ ഉണ്ട്. അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ഒത്തിരി പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് കൂടുതൽ പേഷ്യൻറ്റിന് ഇറിറ്റേറ്റഡ് ആവുന്നത്. ബാക്കിയെല്ലാം കോൺസ്റ്റിപ്പേഷൻ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇത് മൊത്തം പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് പുറത്ത് വന്ന് അകത്തിരിക്കേണ്ട ഒരു ടിഷ്യൂ പുറത്ത് വന്നു കഴിയുമ്പം അതിൻ്റേതായ ഇറിറ്റേഷനും, ചിലരിൽ അത് നീരൊക്കെ അടിക്കുമ്പോൾ പിന്നെ ഒട്ടും അകത്ത് പോകാതെ ആവുകയും ചെയ്യും. ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുകളും ചൊറിച്ചിൽ ഒക്കെ വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കെട്ടിടുന്ന മാത്രം പറ്റത്തില്ല. ക്ഷാര ആപ്ലിക്കേഷൻ, അത് ആയുർവേദത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്ഷാര ആപ്ലിക്കേഷൻ. അതെന്ന് പറയുന്നത് ഇതങ്ങ് കുറച്ച് കരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കരിച്ച് അത് ചുരുക്കിക്കളയും. ഇങ്ങനെ 3 രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് പ്രധാനമായും ഇവിടെ പൈൽസിന് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ രോഗം എന്ന് പറയുന്നത് കൂടുതലായും പാരമ്പര്യമായി വരുന്നതാണെങ്കിൽ പോലും നമ്മുടെ ജീവിതശൈലി കൊണ്ടും ഇത് വരാം. ഒത്തിരി നേരം ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ഡ്രൈവേഴ്സിന് ഒത്തിരി നേരം ഈ റെക്സിൻ പോലത്തെ ചൂടുള്ള ഷീറ്റിൽ ഒത്തിരി നേരം ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്ക്, പിന്നെ ഒത്തിരി ഭാരം പൊക്കുന്നവർക്ക്, പിന്നെ ഈ ഇരിക്കുന്ന പൊസിഷൻ കൂടുതലായി ആർക്കാണോ ഉള്ളത് അവർക്കെല്ലാം ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ജീവിതശൈലി മീൻസ് ആഹാരശൈലി. ഇപ്പം ഈ ഫാസ്റ്റ് ഫുഡ്, കോഴിയിറച്ചി ഒത്തിരി കഴിക്കുന്നവർക്ക്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൂടുതലും കോഴിയിറച്ചിയൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പം കോഴിയിറച്ചി ആണെങ്കിലും ബീഫാണെങ്കിലും അതെല്ലാം ഒത്തിരി സ്പൈസി ആക്കിയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ സ്ഥിരമായി അത് കഴിക്കുന്നവർക്ക് ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് 2-3 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് മലബന്ധം വരിക. മലബന്ധം വന്നു കഴിഞ്ഞ് ആദ്യമൊക്കെ മലബന്ധം മാത്രമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഒരു ഈ പേഷ്യൻ്റ് പറയും എന്തോ ഒന്ന് തടിപ്പ് പോലെ വരുന്നെന്ന് പറയും. ആ തടിപ്പ് പോലെ നമുക്ക് പുറമേ അറിയാൻ പറ്റും. അത് വലിയ തടിപ്പല്ല, അതിങ്ങനെ കയറിപ്പോകും. പിന്നെ ആ തടിപ്പ് പുറത്ത് തന്നെ നിൽക്കും. അതാണ് ആദ്യത്തേത്. പിന്നെ എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള പൈൽസ് എന്ന് പറയുന്നത് ബ്ലീഡ് ചെയ്യും. അവർക്കിങ്ങനെ മാസൊന്നും കാണത്തില്ല, ഫുൾ ബ്ലീഡിങ് ആയിരിക്കും. അങ്ങനെ 2 രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാം. അപ്പം ബ്ലീഡിങ് പൈൽസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് രീതി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അല്ലാതെ ഈ മാസ്പറേനമായിട്ട് വരുന്നതിന് വേറൊരു രീതിയാണ്. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ജീവിതശൈലി, ഒത്തിരി ഇരുന്നുള്ള ജോലികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നിന്നോ ഒന്ന് നടക്കുകയൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെ സ്ഥിരമായി ഇരിക്കരുത്. പിന്നെ ഭക്ഷണക്രമം വളരെ ഭക്ഷണത്തിൽ മൈദ കുറയ്ക്കണം. പിന്നെ മലം മുറുകുന്ന ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ, ഡ്രൈ ഫ്രൈ അതൊക്കെ ഒഴിവാക്കണം. ഈ അൽഫാം പോലത്തെ സാധനങ്ങൾ, ഈ കോഴി അതൊക്കെ ഒഴിവാക്കണം. ബീഫ് ഒഴിവാക്കാം. അന്ന് പൂർണ്ണമായി ഒഴിവാക്കിയില്ലെങ്കിലും സ്ഥിരം കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ഇതിൽ പൈൽസിന് വളരെ നന്നായി തോന്നുന്നത് മോരാണ്. മോര് നന്നായി കുടിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഈ തണുപ്പ് കാലാവസ്ഥയിൽ മോര് കാച്ചി കുടിക്കാം.
അത് മോര് കാച്ചുമ്പം കൊച്ചുള്ളിയൊക്കെ നന്നായി ചേർക്കാം. കാരണം കൊച്ചുള്ളി ഈ പൈൽസിന് വളരെ നല്ലൊരു ഔഷധമാണ്. കൊച്ചുള്ളി, ചേന, നമുക്ക് മണ്ണിനടി കിട്ടുന്നതിൽ ഏറ്റവും നല്ലത് പൈൽസിനായിട്ട് നല്ലത് ചേനയാണ്. അപ്പം അതൊക്കെ പൈൽസിനായിട്ട് തന്നെ ഉള്ളതാണ്. പിന്നെ കൂടുതലായി നമ്മൾ മീൻകറിയൊക്കെ കഴിക്കുമ്പം ഈ വറുത്തരച്ച കറികൾ ഒഴിവാക്കുക. സ്ഥിരമായി വറുത്തരച്ച കറികൾ കഴിക്കാതെ തേങ്ങ പച്ചക്കരച്ച കറികൾ കഴിക്കാം. പിന്നെ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യാതെ അടച്ച് വെച്ച് നമുക്ക് മീനൊക്കെ പൊരിച്ച് ഉപയോഗിക്കാം. മുളക് പൊടിക്ക് പകരം മുളക് പൊടി അധികം ഉപയോഗിക്കാതെ കുറച്ച് കുരുമുളക്, എരിക്ക് കുറച്ച് കുരുമുളക് ചേർക്കാം. അങ്ങനെ പല രീതിയിലും നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് വരാം. അപ്പോൾ ഇത് ചെറിയ പ്രായത്തിലൊന്നും നമുക്ക് ഒത്തിരി ഇതാവത്തില്ല. നമ്മൾ വലുതാഴ്ചം ഒരു എബവ് 40 ഒക്കെ ആകുമ്പോഴാണ് കൂടുതൽ പേരിലും ഇത് കാണുന്നത്. അപ്പം നമ്മൾ ചെറുതിലേ നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.